Jam with RJ Subbu. മലയാളത്തിൽ നിന്നും കുറെ ആളുകൾ തമിഴ്നാട്ടിൽ പോയി അവിടെ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും കുറെ ആളുകൾ കേരളത്തിൽ വന്ന് ഇവിടെയും സൂപ്പർ സ്റ്റാർസ് ആയിട്ടുണ്ട്. എല്ലാവരെയും പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടിയും ഇന്ന് ക്ലബ് FML സ്റ്റാർ ജാമിൽ എന്റെ കൂടെ ഇരിക്കുന്ന ഈ താരത്തെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ബിഗ് ബിയില്, പുതിയ മുഖത്തില്, ഇപ്പോ എന്ന് നിന്റെ മൊയ്തീനില്. യെസ്, കാഞ്ചനമാല എന്ന് പറയുന്ന അസാധ്യമായ പ്രണയകഥയിലെ നായികയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏട്ടനാണ് ഇന്ന് എന്നോടൊപ്പം ക്ലബ് FML സ്റ്റാർ ജാമിൽ. അത് ബാല. ഹായ് എവറിബഡി, സോ ഹാപ്പി സ്റ്റാർ ജാമില് ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം. മലയാളം കൃത്യമായി പഠിച്ചിട്ട് എത്ര കാലായി? ഞാൻ പഠിച്ചതാണ് എന്റെ വിശ്വാസം, പക്ഷെ നിങ്ങളല്ലേ വിലയിരുത്തേണ്ടത്. ബാല കേരളത്തിലേക്ക് വന്ന വഴി ഡെസ്റ്റിനി എന്ന് പറയാം. ബാലകുമാർ ബാല ആയ കഥ. ആക്ച്വലി എന്റെ പേര് ബാലാണ്, പക്ഷെ എല്ലാവരും എന്നെ വിളിക്കുന്നത് ബാലേനാണ് വിളിക്കുന്നത്. മലയാളത്തിൽ എവിടെ എത്തിയപ്പോ ബാലേനായി. കേരളത്തെ ഇഷ്ടപ്പെടാൻ രണ്ട് കാര്യങ്ങൾ. എനിക്ക് കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കൾച്ചറാണ്. പിന്നെ രണ്ടാമത് ഒരു കാര്യം വെച്ചാൽ ക്ലൈമറ്റ്. ഞാൻ ബേസിക്കലി ചെന്നൈയിലാണ്. ചെന്നൈന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ഹോട്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇറ്റ് ഇസ് ഓൾവേസ് പ്ലസന്റ്, എസ്പെഷ്യലി ജൂൺ ജൂലൈ ഫുൾ ഓഫ് റെയിൻ. ഇപ്പൊ മൊയ്തീൻ പടം മഴയില്ലെങ്കിലും ഫുൾ പടം റെയിൻ എഫക്റ്റ് ആണ്. കേരളത്തില് ബാലയ്ക്ക് വെറുത്തുപോയ രണ്ട് കാര്യങ്ങൾ എന്താണ്? ഹർത്താൽ. പിന്നെ ഹർത്താൽ. ബാലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ. ഞാൻ കമ്മിറ്റ്മെന്റ് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാൾ. ഇഫ് ഐ ഗിവൻ എ വേർഡ്, അതിന്റെ മേലെ വേറെ ഒന്നുമില്ല. വാക്കാണ് സത്യം. അതെ. പിന്നെ എല്ലാവരെയും സ്നേഹിക്കും. യെസ്, ഇഷ്ടമല്ലാത്തൊരു കാര്യം താങ്കളിൽ? എല്ലാവരും വിശ്വസിക്കും. അതൊരു ചതിയാണ്. ബാലയുടെ സിനിമാ ജീവിതത്തിലൂടെ നല്ലൊരു ഓട്ടമാണ് ഇനി ക്ലബ് FML സ്റ്റാർ ജാമിൽ. സർ റെഡി? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സിനിമകൾ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യങ്ങൾ കൃത്യമായ ആൻസർ വേണം. ബിഗ് ബി, മലയാളത്തിൽ താങ്കളുടെ ബിഗ് ബ്രദർ ആരാണ്? എന്താ പറയാ, എനിക്ക് ഒരു വലിയ ഒരു ഭാഗ്യം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ മലയാളത്തോടെ രണ്ട് സൂപ്പർ സ്റ്റാർസ്, അതായത് മമ്മൂക്കായാലും ലാലേട്ടനായാലും അവരോട് ബ്രദർ ആയിട്ട് അഭിനയിക്കാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. ഒരാളെ കണ്ടെത്തു. മമ്മൂക്ക. ഹീറോ. അടുത്ത പടം ആരാണ് യഥാർത്ഥത്തിൽ താങ്കളുടെ റിയൽ ലൈഫിലെ ഹീറോ? എന്റെ വീട്ടിലുള്ള ഒരു ക്യാരക്ടറും എനിക്ക് എല്ലാവരും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. പുതിയ മുഖം എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സിനിമ. ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും ടാലന്റ് ഉള്ള ഒരു പുതുമുഖ നടൻ ബാലയുടെ കാഴ്ചപ്പാടിൽ ആരാണ്? ഒരാളെ പറയാൻ പാടും. എന്നെ ഒഴിച്ചിട്ടാണോ? അത് ഞാൻ സമ്മതിച്ചു. താങ്കൾ അല്ലാതെ മറ്റൊരാൾ. എനിക്ക് ആക്ടറിനെ പറയുമ്പോൾ പൃഥ്വിരാജ് പറയും. കാരണം ഇപ്പൊ മൊയ്തീനിലെ ചെയ്ത ക്യാരക്ടർ ആയാൽ പോലും നോർമൽ ഫിലിമിൽ അഭിനയിക്കുന്നത് പോലെ അഭിനയിക്കാൻ പറ്റില്ല ഈ ഫിലിമില്. ബിക്കോസ് ഇത് 1960s ഉള്ള ഗെറ്റപ്പ് ആണ്, സ്ലാങ് ആണ്, മാനറിസംസ് ആണ്. സോ അത് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് പൃഥ്വി ചെയ്തിട്ടുണ്ട്. ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ. ബാല കണ്ട മലയാളത്തിലെ ഏറ്റവും നിഷ്കളങ്കനായ നടനാര്? അങ്ങനെ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ആരും മലയാളത്തിൽ നിഷ്കളങ്കരല്ല. ഇല്ല, എവരിബഡി ഈസ് മെച്യൂർഡ് ഇൻ എ വേ, അല്ലേ? അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഏറ്റവും ഗ്രേറ്റ് ആയിട്ട് താങ്കൾക്ക് തോന്നുന്ന മലയാളത്തിലെ ഒരു താരം? ഓഫ് കോഴ്സ്, അൺഡൗട്ടഡ്ലി മോഹൻലാൽ. മലയാളത്തിലല്ല, ഓൾ ഓവർ ദ വേൾഡിന് കൂടെ പറയാം. കയം. ജീവിതത്തിൽ താങ്കൾ ഏത് കയത്തിലാണ് അറിയാണ്ട് വീണുപോയിട്ടുള്ളത്? അത് സംഭവിച്ചു ഒരു 6 കൊല്ലായി. അതെന്താണ് 6 കൊല്ലം? അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എന്ന് നിന്റെ മൊയ്തീൻ, എന്ന് നിന്റെ ബാല എന്ന് ആദ്യമായി പറഞ്ഞത് ഏത് പെൺകുട്ടിയോട്? അവളുടെ പേര് പറഞ്ഞാൽ മതി. ഞാൻ 6th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടില്ല, ഉള്ളിൽ പറഞ്ഞ് നടന്നതാണ്. എന്ന് നിന്റെ ബാല. True or false? True or false? ഇനി ക്ലബ് FML സ്റ്റാർ ജാമൽ ട്രൂ ഓർ ഫോൾസിന്റെ ടൈമാണ്. ഞാനും നമ്മളുടെ ബാലയും തമ്മിൽ ഒരു ട്രൂ ഓർ ഫോൾസ് കളി. സർ റെഡി? ഞാൻ എപ്പോഴും ചിരിക്കും. അതെ. വിശപ്പ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതെ. തമിഴ്നാട് റൈസ് എനിക്ക് ഏറെ ഇഷ്ടം. തമിഴിന് മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ട്. പാട്ട് കേട്ടാൽ ഞാൻ ഫ്ലാറ്റ് ആകും. പാട്ട് പാടിയാണ് എന്നെ ഒരാൾ വളച്ചത്. അങ്ങനെയും പറയാം. യാത്രകൾ എനിക്ക് ഏറെ ഇഷ്ടം. കണ്ടതിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ് ബാല? എനിക്ക് ഫോറസ്റ്റ് ഒക്കെ റിയൽ ലൈഫോട് ബന്ധപ്പെടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫോറസ്റ്റിലൊക്കെ ട്രെക്കിംഗ് ഒക്കെ പോകാറുണ്ട്. ഞാൻ കുറച്ച് അഡ്വഞ്ചറസ്. എന്താണ് താങ്കൾ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയൊരു സാഹസം? ഞാൻ കേൾക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇന്നുവരെ ഞാൻ സിനിമയിൽ ഡൂപ്പ് ഇട്ടിട്ടില്ല. അത് തന്നെ വലിയ ഒരു സാഹസമാണ്. തമിഴിലും ഇല്ല. ഫുൾ ഫൈറ്റ് ഒക്കെ താങ്കൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്? ഫൈറ്റ് ആയാലും ജിംനാസ്റ്റിക്സ് ആയാലും റോപ്പ് വർക്ക് ആയാലും ഇതുവരെ അങ്ങനെ ഒരു ചാൻസ് വേറെ ഒരുത്തർ കൊടുത്തിട്ടില്ല. ഫ്രണ്ട്സ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. മനസ്സിൽ തങ്ങി നിൽക്കുന്ന, മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടുകാരന്റെ പേര് പെട്ടെന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും പറയും. രാജേഷ്. എവിടെയാണ് അദ്ദേഹം? തമിഴ്നാടാണോ കേരളമാണോ? രാജേഷ് ആണ് എന്റെ ഡേറ്റ്സിന്റെ കാര്യങ്ങളും എല്ലാം, എന്റെ ബിസിനസ്സുടെ കാര്യങ്ങളും എന്റെ ഫിനാൻഷ്യൽ തിങ്സ് എല്ലാം നോക്കുന്നത് രാജേഷാണ്. നമ്മളുടെ മച്ചാനാണ്. ബിഗ് ബി എന്റെ ഇഷ്ട സിനിമ. രജനികാന്ത് എന്റെ ഇഷ്ട താരം. സത്യം. എന്തുകൊണ്ടാണ് രജനികാന്തിനോട് ഇത്രയും ഒരു ആരാധന? എല്ലാ തമിഴ്നാട്ടുകാർക്കും ഈ ഒരു ആരാധനയുണ്ട്. പക്ഷെ ബാല ഒരു സിനിമ നടനാണ്, ഒരുപാട് സിനിമക്കാരായിട്ട് പരിചയമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് താങ്കൾ രജനികാന്തിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടു? രജനികാന്തിന് പറയുന്ന ഒരു നടൻ ഈസ് എ സൂപ്പർ സ്റ്റാർ, ഈസ് ക്യാരിങ് ഇറ്റ്. പക്ഷെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ആ ഒരു ലെവലിൽ ഇരുന്ന് അഭിനയിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയാ ചാലഞ്ച് ആണ്. അത് മാത്രമല്ല ഈസ്
എൻ എക്സ്ട്രാordinary ആക്ടർ. ഇന്ന് കാലഘട്ടത്തിൽ ഒരു നടനും ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഒക്കെ രജനികാന്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ വിധിയിൽ വിശ്വസിക്കുന്നു. അതെ, ഞാൻ ദിവസവും മദ്യം കഴിക്കും. ഇല്ല സത്യം പറയാലോ, ഞാൻ എനിക്ക് ഏത് ഇന്റർവ്യൂ ആരടുത്തും കള്ളം പറയേണ്ട ആവശ്യമില്ല. ഞാൻ മദ്യം കഴിക്കും. ഇന്നലെയും മൊയ്തീനോട് ഒരു പാർട്ടി ഉണ്ടായിരുന്നു, സക്സസ് പാർട്ടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നും നിന്റെ മൊയ്തീൻക്ക് വേണ്ടി എന്നും മദ്യം ഞങ്ങൾ കഴിക്കില്ല. സൂപ്പർ. ഞാൻ വളരെ റൊമാൻറ്റിക്. അതെ, പൃഥ്വിരാജ് എന്റെ രാശി. അതെ, സത്യമാണ്. ഇന്നലെ പോലും ഞങ്ങൾ സംസാരിക്കായിരുന്നു. ഇന്നലെ വേറെ ഒരു ലൈവ് ഇന്റർവ്യൂല് കൂടെ ഞാൻ പറയുന്നത് മാത്രമല്ല, എനിക്ക് ഞങ്ങളുടെ മനസ്സിനകത്ത് ഇരിക്കുന്നത് മാത്രമല്ല, എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ കോമ്പിനേഷൻസ് വന്ന് ഹിറ്റാവും. അതെ, അപ്പൊ എന്തായാലും സത്യമാണ് നമ്മളുടെ ബാല പറഞ്ഞത്. പൃഥ്വിരാജും ബാലയും ഒരുമിക്കുമ്പോൾ മലയാളത്തിൽ ഹിറ്റുകൾ ഉണ്ടാകുന്നു. പുതിയ മുഖത്തിന് ശേഷം മറ്റൊരു വലിയ ഹിറ്റ്, അത് എന്ന് നിന്റെ മൊയ്തീൻ. ബെറ്റുണ്ടോ? ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമലിനി ബെറ്റിന്റെ ടൈമാണ്. ഞാനും ബാലയും തമ്മിൽ ഒരു വലിയ ബെറ്റ്. സാർ റെഡി? ലൈഫിൽ എത്ര തവണ ബെറ്റ് വെച്ചിട്ടുണ്ട് കേൾക്കട്ടെ? എനിക്ക് ബെറ്റെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയാ, കാർഡ്സ് ഗെയിം ആയാലും ശരി. അത് മാത്രമല്ല, ഞാൻ ലോകം മുഴുവൻ കാസിനോല് കളിച്ചിട്ടുണ്ട്, എല്ലാത്തിലും ജയിച്ചിട്ടുണ്ട്. കാസിനോളി കളിച്ചത് വരെ എത്ര ക്യാഷ് ഉണ്ടാക്കി? സത്യം പറയുന്നെങ്കിൽ ലക്ഷത്തിലുണ്ടാക്കി. പുലിയാണ്. അതെ. അപ്പൊ എന്നാലും ഞാൻ നല്ലൊരു പാട്ട് ഇപ്പൊ കേൾപ്പിക്കും. പാട്ടിന്റെ ഒരു BGM കേൾപ്പിക്കും. അത് കേട്ടിട്ട് ഏത് പാട്ടാണെന്ന് ബാല തിരിച്ചറിയുന്നു. തിരിച്ചറിഞ്ഞാൽ ഞാൻ തോൽക്കും, തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ബാല തോൽക്കും. റെഡി? കിട്ടി അല്ലേ? ആദ്യം ഞാൻ തോറ്റു കൊടുക്കും, പിന്നെ ഞാൻ ജയിക്കാറുണ്ട്. അങ്ങനല്ലേ എപ്പോഴും. ഒരു ഫൈറ്റ് സീൻ ആയാൽ പോലും ആദ്യം ഹീറോ ഒക്കെ ഇടി വാങ്ങിക്കും, പിന്നെ അപ്പോൾ ഞാൻ ആദ്യം തോറ്റു കൊടുക്കുന്നു. ഇതിൽ നമ്മൾ തോറ്റു എന്നാണ് പറയുന്നത്. അതെ, ഉറപ്പിച്ചു. ബാല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഏതാണ്? ബിഗ് ബിയിലെ പാട്ടാണ്. ബിഗ് ബിയുടെ മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി വെള്ളിത്തിര, അതാണ് നമ്മൾ കേട്ടത്. അത് മാത്രമല്ല, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലും അൽഫോൺസ് ആയിരുന്നു മ്യൂസിക്. എന്നിട്ട് ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ അൽഫോൺസ് ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ എന്താ പറയാ? എന്റെ പാട്ടാണെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞ അപ്പൊ നമ്മളുടെ ബാല സിനിമയിൽ പരാജയപ്പെട്ടിട്ടില്ല, പക്ഷേ ഇവിടെ സുബുവിന്റെ മുൻപിൽ ക്ലബ് എഫ്എംഎൽ പരാജയപ്പെട്ടിരിക്കുന്നു. ബെറ്റിൽ പരാജിതനായി ഇപ്പൊ ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമൽ എന്റെ കൂടെ നമ്മൾക്ക് ഇഷ്ടമുള്ള ബാലയാണ്. ബാല പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ഫ്ലാറ്റ് ആവും. പാട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുന്ന കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം എടാ വേടോ എന്ന് പറഞ്ഞു. പക്ഷെ ബെറ്റിൽ തോറ്റ നിലയ്ക്ക് സർ ഏറ്റവും ഇഷ്ടം ഉള്ള ഒരു ഭാഷ തമിഴായിരിക്കാനാണ് സാധ്യത. സത്യമാണല്ലോ അല്ല? കാരണം ഓൾറെഡി താങ്കൾ അവിടെയാണ്. അപ്പൊ എനിക്ക് നല്ലൊരു തമിഴ് പാട്ട് കേൾക്കണം. ഏറ്റവും പുതുതായിട്ട് റിലീസായ ഏതെങ്കിലും പടത്തിലൊരു തമിഴ് പാട്ട്. ഇപ്പൊ മൊയ്തീൻ എനിക്കൊരു ആക്ച്വലി ഒരു കംബാക്ക് ആണ്. അതേപോലെ ഇപ്പോ ഞാൻ നെറ്റിയ ഒരു കംബാക്ക് എന്ന് വെച്ചാൽ തമിഴില് നമ്മുടെ അരവിന്ദ് സ്വാമി തനി ഒരുവൻ പടത്തില് വില്ലനായിട്ട് അഭിനയിച്ചു. അപ്പോ അതിലൊരു നല്ല ഒരു പാട്ടുണ്ട്, അത് ഞാനിപ്പോ പാടി നോക്കാം. അത് നല്ല പാട്ടാണ്, പക്ഷെ ഞാൻ പാടി നോക്കാം. ശരി, തുടങ്ങാം. തീമൈதான் வெல்லும் என நினைத்தாலும் தீமைதான் வெல்லும் மனித உருவத்தில் அலைந்திடும் மிருகம் நான், மனித உருவத்தில் அலைந்திடும் மிருகம் நான், தீமைதான் வெல்லும் என நினைத்தாலும் தீமைதான் வெல்லும். ഒരു വെടിക്കുള്ള സംഭവം ഉണ്ട്. ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമൽ AK-47 റൗണ്ടാണ്. ബിഗ് ബിയിലെ മുരുകൻ ഗണ്ണുമായി കുറെ കളിച്ചിട്ടുണ്ട്. എന്ന് നിന്റെ മൊയ്തീനിലെ സേതുവും ഒരു ഗണ്ണെടുത്ത് കളിക്കുന്നുണ്ട്, പക്ഷേ തോറ്റുപോയി. അതേപോലത്തെ ഒരു തോൽവി ഇവിടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? നോക്കാം. പുതിയ മുഖം എന്ന് നിന്റെ മൊയ്തീൻ. താങ്കളുടെ മനസ്സിലെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണ്? രണ്ടും ഒന്ന് പറയാൻ പാടും. അതാണ് AK-47. മൊയ്തീൻ. ഫുട്ബോൾ, ക്രിക്കറ്റ്, ഏറ്റവും നല്ല ഗെയിം ഏതാണ്? ക്രിക്കറ്റ്. താങ്കൾ പക്ഷേ ഇതിൽ ഫുട്ബോൾ പ്ലെയർ ആണ് അല്ലേ? പക്ഷെ ഇഷ്ടം ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ്. സിംഗർ, ആക്ടർ, കല്യാണം കഴിക്കാൻ നല്ലത് ആരെ? സിംഗർ ആയാലും ആക്ടർ ആയാലും നല്ല പെണ്ണായിരിക്കണം. പൃഥ്വിരാജ്, മമ്മൂട്ടി. ബാലയെ അതിശയിപ്പിച്ചത് ആരാണ്? മമ്മൂക്ക. പൃഥ്വിരാജ് അതിശയിപ്പിച്ചില്ലേ? കമ്പാരിറ്റീവ്ലി മമ്മൂട്ടി. ഓക്കെ, പൃഥ്വിരാജ് കേൾക്കുന്നുണ്ടാവേ, കുഴപ്പമില്ല അല്ലെ? തമിഴ്, മലയാളം ഏറ്റവും നല്ല ഇൻഡസ്ട്രി ഏതാണ്? ബിഗ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ തമിഴാണ്. ബട്ട് മലയാളം എല്ലാ ലാംഗ്വേജിലിരുന്നും മലയാളത്തെ കണ്ട് നെട്ടിട്ടുണ്ട്. കേരളം, തമിഴ്നാട് കാണാൻ സുന്ദരികൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? കേരളം. അതെന്താ താങ്കൾ തമിഴ്നാട്ടിലെ സുന്ദരികളെ കണ്ടിട്ടേ ഇല്ലേ? സുന്ദരികളുണ്ട്, പക്ഷേ റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ. പ്രേമം എന്ന് നിന്റെ മൊയ്തീൻ. ഇതിൽ ഏറ്റവും മികച്ച പ്രണയ സിനിമ ഏതാണ്? എന്റെ അടുത്ത് ചോദിച്ചാൽ
എന്ന് ചോദിച്ചാൽ ഞാൻ മൊയ്തീനെ പറയുള്ളൂ 100%. മഴ, ശലഭം, പ്രണയത്തിന്റെ ഏറ്റവും നല്ല സിമ്പൽ ഏത്? മഴ. ശലഭത്തെക്കാളും മഴയാണ് സൂപ്പർ. അതെ. അപ്പൊ പ്രേമത്തെക്കാളും എന്ന് നിന്റെ മൊയ്തീനാണ് സൂപ്പർ. ഇത് പറഞ്ഞാൽ പറ്റും, ഇല്ലെങ്കിൽ എന്റെ പ്രൊഡ്യൂസർ എന്ത് വിചാരിക്കും? സഞ്ജു വി സാംസൺ ഒറ്റ വാക്കിൽ എന്ത് പറയും? നല്ല പേരാണ്. നല്ല കളിക്കാരനല്ലേ? അതെല്ലാവർക്കും അറിയാം. പക്ഷെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ, സഞ്ജീവ് വി താംസൺ. പിൻസീറ്റ് യാത്രക്കാരുടെ ഹെൽമെറ്റ്. ഇവരൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു മൊബൈല് മേടിച്ചാല് അതിന് കവർ, അതിന് സ്ക്രീൻ ഗാർഡ്, അത് പിന്നെ അതിന് വയ്ക്കാൻ ഒരു പൗച്ച്, ഒരു സാധാരണ ഒരു മൊബൈൽക്ക് ഇത്ര ഒരു ബഹളം ഉണ്ടാക്കും. പക്ഷേ ജീവനേ ഉള്ളത് തലയിലാണ്. അതിന് ഹെൽമെറ്റ് വയ്ക്കാൻ ഭയങ്കര പ്രശ്നമോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്ക്. കൺസ്യൂമർ ഫെഡിലെ അഴിമതി. നമുക്ക് രണ്ടുപേർക്ക് വേണമെങ്കിൽ ഹർത്താൽ നടത്തിയാലോ? അതിന്റെ പുറത്ത് BCCI. എല്ലാവർക്കും അറിയാലോ, BCCIയുടെ പ്രസിഡന്റ് ഇപ്പൊ മരിച്ചുപോയി. ഇപ്പൊ മൊയ്തീൻ പടം വരെ ഹിറ്റായിരിക്കുന്നു. വേണമെങ്കിൽ എന്നെ വേണമെങ്കിൽ പ്രസിഡന്റ് ആക്കാം. ഞാനും കുറച്ച് കൈയിട്ട് വാരട്ടെ അല്ലെ? അതെ അതെ അതെ. പ്രണയം, മാജിക്, വിവാഹം, വിധി പ്രകാരം, വിവാഹമോചനം, വക്കീലക്ക് സന്തോഷമായി. സൂപ്പർമാൻ, മ്യൂസിക് ബാൻഡുകൾ. ഒരു 4 പേര്. ആ 4 പേര് കയ്യില് കുറെ ടാറ്റൂസ്. തലമുടിന്ന് വെച്ചാൽ ഭയങ്കര ഒന്നും പറയാനൊന്നുമില്ല. മീശ താടിയൊക്കെ വേറെ രീതിയിലാണ്. മുഖത്തിലല്ല മീശയും താടിയില് തന്നെ മുഖം ഇരിക്കുന്നത്. ഇവർ ഒരു പാട്ടെടുക്കുക, നല്ല പാട്ടെടുക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി തകർക്കുക. എന്നിട്ട് ഗിറ്റാർ വയലിനാവും, വയലിന് ഗിറ്റാർ ആവും. അത് പിന്നെ വേറെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്കെങ്കിയോ പിച്ചൊക്കെ മാറ്റി ഭീകരമായിട്ട് പാടി ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കും. അതാണ് മ്യൂസിക് ബാൻഡുകൾ. Jam Juicer. Juicer. ഇനി ക്ലബ് ഫോമൽ സ്റ്റാർ ജാമിൽ ജാം ജ്യൂസിന്റെ ടൈമാണ്. ബാലയെ പോലെ അതിബുദ്ധിമാനായ ഒരു താരത്തെ എങ്ങനെ നമുക്ക് ജ്യൂസ് ആക്കാൻ പറ്റും? ശ്രമിച്ചു നോക്കാം. സർ റെഡി? റെഡി. കാഞ്ചനമാലയുടെ പ്രണയം പോലെ ബാല കണ്ട മറ്റൊരു പ്രണയം ടൈറ്റാനിക്. പ്രണയത്തിന് ജാതി മതം ഒരു തടസ്സമാണോ? ഒരിക്കലുമില്ല. പ്രണയത്തിന് ജാതി മതം പ്രായം വരെ ഒരു തടസ്സമില്ല. എപ്പോഴെങ്കിലും ഫുട്ബോൾ കളിച്ച് കൈക്കുഴ തെറ്റിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇല്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ? അത് ഒരുപാട് ഫൈറ്റ് സീൻസിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടില്ല. പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. റിയൽ ലൈഫിൽ ആത്മാർത്ഥ സുഹൃത്തിനെ തല്ലേണ്ടി വന്ന സിറ്റുവേഷൻ ഏതാണ്? ഇതിൽ താങ്കൾ മൊയ്തീനെ തല്ലുന്നു. ആത്മാർത്ഥ സുഹൃത്തെ ഞാൻ തള്ളിയിട്ടില്ല. അല്ലാത്ത സുഹൃത്തുക്കളെ തല്ലിയിട്ടുണ്ട്. വേറെ തള്ളിയിട്ടുണ്ട് ഇഷ്ടംപോലെ. ഒരു കഥ കേൾക്കട്ടെ. ഞാൻ മാർഷൽ ആർട്സ് പഠിക്കാൻ കാരണമേ അന്ന് ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പോലും അറിയേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് പോയി ഫൈറ്റ് ചെയ്യണം എനിക്ക്. അപ്പോഴാണ് എന്റെ അച്ഛൻ നേരെ കൊണ്ടുപോയി മാർഷൽ ആർട്സിലാണ് ചേർത്തത്. എന്നിട്ട് പറഞ്ഞു, ആൾറെഡി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഇവനെ കൊണ്ടുപോയി മാർഷൽ ആർട്സിലെ ചേർച്ചാൽ ഇനിയും പ്രശ്നം ആക്കില്ല എന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞു, ഇല്ല, മാർഷൽ ആർട്സ് മുഴുവൻ പഠിക്കുന്നവർ പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് നോക്കുന്നത്. പഠിക്കുന്ന സമയത്ത് ബാല എത്ര ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്? സത്യം പറയട്ടെ, എനിക്ക് ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ല. ലവ് ലെറ്റർ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ സിഗ്നൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൊയ്തീൻ ചെയ്യുന്ന പോലെ നെഞ്ചിൽ പിടിക്കുന്നു, ചുരുട്ടുന്നു, വായുവിലേക്ക് എറിയുന്നു, കാഞ്ചനമാല എടുക്കുന്നു, അങ്ങനെ. അതെ 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 അതെ. ഓക്കെ, ഇതുവരെ ഉണ്ടായ പ്രണയങ്ങളുടെ എണ്ണം? 2. ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ഒരു പ്രണയം ഉണ്ടായിരുന്നു, അത് ഫെയിലിയർ ആയി. രണ്ടാമത് പ്രണയിച്ച് വിവാഹം കഴിച്ചു. എന്നിട്ട് എന്തൊരു ചിരി. 1960 കാലത്തെ പ്രണയം നമ്മൾ കണ്ടു കഴിഞ്ഞു എന്ന് നിന്റെ മൊയ്തീനില്. ഈ ഒരു കാലത്തെ പ്രണയത്തിന്റെ ഒരു ഗുണം, ഒരു ദോഷം? ലവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് കമ്മിറ്റ്മെന്റ്. ഓക്കെ, ദോഷം എന്താണ്? 2 പേർ പ്രണയിക്കുന്നു, ഒരാൾ ഒരു ഡെസിഷൻ എടുക്കുന്നു, എന്നിട്ട് പിരിയാൻ നേരത്ത് മറ്റവരുടെ വേദന എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ എന്താണ് സ്നേഹം? ഇത്രയും കാലം സ്നേഹിച്ചത് എന്താണ്? അടുത്തവരെ വേദനിപ്പിക്കാനാണോ? അടുത്തവരുടെ വേദന എന്താണ് മനസ്സിലാക്കണം. അതാണ് മനുഷ്യത്വം. മൊത്തത്തിൽ ഇപ്പോ ഡിവോഴ്സുകളുടെ എണ്ണം കൂടുതലാണ്. താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ട് ഡിവോഴ്സുകളുടെ എണ്ണം കൂടുന്നു? ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ മറ്റവരുടെ ഇൻവോൾവ്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഒരു സൂപ്പർ ആർട്ടിക്കിൾ കണ്ടായിരുന്നു, ഐ തിങ്ക് ഇൻ പേർഷ്യ. അവിടെ ഫോർ ദി ലാസ്റ്റ് 200 years ഒരേ ഒരു ഡൈവേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. കാരണം ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡൈവേഴ്സ് ചെയ്യുന്നെന്ന് തീരുമാനിച്ചാൽ അവിടുത്തെ കോടതിയുടെ റൂൾ എന്താണെന്ന് വെച്ചാൽ, ഒരു മുറിയിൽ ഇവർ 2 പേർ മാത്രം താമസിക്കണം, ഒരേ ഒരു ബെഡ് ഉണ്ടാവും, ഒരേ ഒരു ചെയർ ഉണ്ടാവും, ഒരേ ഒരു പ്ലേറ്റ് ഉണ്ടാവും, ഒരേ ഒരു സ്പൂൺ ഉണ്ടാവും. ഒരാഴ്ച ഇവർ 2 പേരും മാത്രം അവിടെ ജീവിക്കണം. അങ്ങനെ ഒരുപാട് കേസ് വന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഇവർ ഭയങ്കര പ്രണയിച്ചാണ്. അപ്പോ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തോ ഒരു പ്രശ്നമായാലും 2 പേരും മാത്രം അത് ഹാൻഡിൽ ചെയ്താൽ ലോകത്തിൽ ഒരു പ്രശ്നമില്ല. അച്ഛന് പറയുന്നു, അമ്മ പറയുന്നു, ആട്ടുകുട്ടി പറയുന്നു എന്നൊക്കെ വന്നാൽ എല്ലാം ഡൈവേഴ്സിലേ ആവുള്ളൂ. സോഷ്യൽ മീഡിയ താങ്കളെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കമന്റ് എന്താണ്? ആക്ച്വലി ഞാൻ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കമന്റ്സ് എനിക്ക് വന്നിട്ടേ ഇല്ല. എനിക്ക് ഒരേ ഒരു പ്രാവശ്യം മാത്രം എന്റെ ലൈഫിൽ എനിക്ക് ദേഷ്യം വന്നത്, എന്റെ കൊച്ചിനെ കുറിച്ച് ഒരാൾ ഡെവിൽസ് ലാഫ് എന്തോ ഇട്ടിരുന്നു. അവൻ ഇത് കേൾക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടിയാൽ. മാരീഡ് ലൈഫ് സക്സസ്ഫുൾ ആകാൻ ആവശ്യമായ 2 കാര്യങ്ങൾ. മെച്യൂരിറ്റി വേണം. ഒരു സക്സസ് ബിഹൈൻഡ് എ മാരീഡ് ലൈഫ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പേഴ്സണൽ ഡയറി. സ്നേഹമായാലും പ്രശ്നമായാലും അടിയായാലും ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 4 walls. അതിനകത്ത് ആരെങ്കിലും കയറി വന്ന് അഡ്വൈസിന് വന്നാൽ കഴിഞ്ഞു. കാഞ്ചനമാലയെ പോലെ ഒരു സിസ്റ്റർ റിയൽ ലൈഫിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ബാലയുടെ നിലപാട്? അങ്ങനെ എനിക്ക് ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ, അവൾ കറക്റ്റ് ചോയ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനായിരിക്കും ആദ്യം അവർ 2 പേരും ചേർത്ത് വയ്ക്കുന്നത്. Star rating. Star rating.
ഇനി ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമൽ സ്റ്റാർ റേറ്റിംഗിന്റെ ടൈമാണ്. എന്നോടൊപ്പം താരങ്ങൾക്ക് മാർക്കിടാൻ ബാല സാർ പറയൂ. യെസ്, ഞാൻ കുറച്ച് താരങ്ങളെ, താങ്കൾക്ക് പ്രിയപ്പെട്ട കുറച്ച് താരങ്ങളെ താങ്കളുടെ കയ്യിലേക്ക് തരികയാണ്. എനിക്ക് അവർക്ക് ഔട്ട് ഓഫ് 10 താങ്കൾ കണ്ടെത്തുന്ന ഒരു മാർക്ക് വേണം. സാധാരണ ഒരു ഓഡിയൻസ് ഒരാളെ പൃഥ്വിരാജിന് ഞാൻ തീർച്ചയായിട്ടും 10 കൊടുക്കണം. 10-ൽ 10 കിട്ടാൻ മാത്രം പ്രഗത്ഭനാണോ പൃഥ്വിരാജ്? ബിക്കോസ് കുറെ റിസ്ക് എടുക്കുന്നുണ്ട് കരിയറിൽ. അതിന് തീർച്ചയായിട്ടും, അത് മാത്രമല്ല ഹിന്ദി വരെ പുള്ളി പോയി അഭിനയിച്ച് സക്സസ് ആയിട്ടുണ്ട്. ജയസൂര്യ എത്ര മാർക്ക് കൊടുക്കും? ജയസൂര്യക്ക് ഐ തിങ്ക് ഐ ക്യാൻ ഗിവ് 8. കുഞ്ചാക്കോ ബോബൻ 8. ദുൽഖർ സൽമാൻ 8. അതെന്താ ഫുൾ 8 കളിയാണോ? നിവിൻ പോളി 9 കൊടുക്കാം. എന്തുകൊണ്ടാണ് ജയസൂര്യയെക്കാളും കുഞ്ചാക്കോയേക്കാളും ദുൽഖറിനേക്കാളും ഒരു മാർക്ക് നിവിൻ പോളിക്ക് എവിടെ കയറി കേൾക്കട്ടെ? നിവിൻ പോളി ഇപ്പൊ 2 കാര്യമുണ്ട്. നമ്മുടെ സൈസില് ഷർട്ട് തച്ച് നമ്മൾ ഇടുന്നത് റെഡിമെയ്ഡ് ഷോപ്പിൽ മേടിക്കുന്നതൊന്ന്, അതിനേക്കാളും വേണ്ട ഒരു ട്രെയിലർ വിളിച്ച് ഇതാണ് എന്റെ സൈസ്, ഇതിനനുസരിച്ച് നല്ല സെറ്റ്. ആ ബുദ്ധി നിവിൻ പോളിക്ക് ഉണ്ട്. അതുകൊണ്ടൊരു മാർക്ക് കൂടുതൽ. അതെ അല്ലെ, കഴിവിന്റെ പുറത്തല്ല ബുദ്ധിയുടെ പുറത്ത്. ഭയങ്കര ബുദ്ധിയാണ്. സെലക്ഷൻസ് ആർ വെരി ഗുഡ്. ആസിഫ് അലി 8. ബാല എല്ലാവർക്കും 8 കൊടുത്തില്ല, അപ്പൊ എനിക്ക് 8 കൊടുക്കാം. അങ്ങനെ കിടക്കട്ടെ അല്ലെ. കിടക്കട്ടെ. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒന്ന്, ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയിലെ ഒരു നായികയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഏട്ടൻ, ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയിലെ നായകന്റെ ഏറ്റവും ക്ലോസ് ആയ ഫ്രണ്ട്, ആ ഒരു ഫ്രണ്ടിന്റെ പേര് സേതു. ബാല പറയൂ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് മൂവിയില്, എങ്കിലും പൃഥ്വിരാജിനേക്കാളും താങ്കൾ അതിശയിപ്പിച്ചത് എന്ന് നിന്റെ മൊയ്തിലെ ഏത് നടനാണ്? തീർച്ചയായിട്ടും സായി ചേട്ടൻ പറയണം. പിന്നെ ലെന, ആ ഒരു ഗെറ്റപ്പ് നെട്ടിപ്പോയി കേട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് അപ്കമിങ് ആക്ടർ ടൊവിനോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പാർവതി മേനൻ എക്സ്ട്രാനറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. റിയൽ ലൈഫിലെ കാഞ്ചനമാലയെ കണ്ടിരുന്നു നിങ്ങൾ? നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കാണണമെന്ന് ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഈ മൂവിയുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഉണ്ടായിരുന്നില്ലേ, എന്താണ് ആ കേസിന്റെ കഥ? സത്യം തന്നെയാണ്, അന്നൊരു കേസ് കൊടുക്കാൻ ഒരു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പടം ഇറങ്ങി ഹിറ്റായി റിയൽ കാഞ്ചനമാലയ്ക്ക് ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉണ്ട്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. എന്ന് നിന്റെ മൊയ്തീൻ, പാട്ടാണോ ക്യാമറയാണോ ഏറ്റവും മികച്ചു നിൽക്കുന്നത്? ജോമോൻ ഹി ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ് ഇൻ ലോട്ട് ഓഫ് മൂവീസ്. മ്യൂസിക്കിനെ കുറിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല, എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നത് മൊയ്തീനോട് പാട്ടാണ്. രമേശ് നാരായണൻ, എം ജയചന്ദ്രൻ, ഗോപി സുന്ദർ, 3 പുലികളാണ് ഈ സിനിമയിൽ. ആരാണ് ഇതിൽ ഏറ്റവും ക്യാമൻ? ശരിക്കും പറഞ്ഞാല് ഇപ്പൊ 3 മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 3 ജോണൽ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെയാണ്, പക്ഷെ ഈ സിറ്റുവേഷൻക്ക് ഇവരാണ് കറക്റ്റ്. അത് അവരും മനസ്സിലാക്കി, ഒരു ഈഗോ ഇല്ലാവും ഒരു പടത്തിലെ 3 പേർ വർക്ക് ചെയ്തു കൊടുത്തു. അവിടെ തന്നെ ഇറ്റ് ഇസ് എ സക്സസ് അല്ലേ? യെസ് മാൻ. അപ്പോൾ നമ്മുടെ സ്റ്റാർ ജാം 3 മണിക്കൂർ നമ്മൾ ഒരുമിച്ച്, എന്താണ് താങ്കളുടെ ഫീൽ? ഇത്രയും എനർജി ഉള്ള ഒരു പ്രോഗ്രാം ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് മാത്രമല്ല, പൊതുവേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, വളരെ രസകരമായിരുന്നു. ഇവിടെ ഇന്റർവ്യൂ കൊടുക്കുന്ന എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് ഐ തിങ്ക് എവരിബഡി വിൽ ബി ഹാപ്പി. അപ്പൊ എന്തായാലും ടൺ കണക്കിന് ഫൺ, ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞോളൂ. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ഫൺ.